വി കുഞ്ഞികൃഷ്ണന് അനുകൂലിയായ മുൻ CPM നേതാവ് ടി പുരുഷോത്തമന്റെ ചെമ്മീൻ കൃഷി നടത്തുന്ന സ്ഥലത്തെ ഷെഡിന് തീയിട്ടു. ചെമ്മീൻ കൃഷിക്ക് വേണ്ട സാധന സാമഗ്രികൾ സൂക്ഷിക്കുന്ന ഷെഡിനാണ് തീയിട്ടത്. CK വിജയൻ ടെലിഫോൺ ലൈനിൽ ചേർന്ന വിവരങ്ങളുമായി. CK വിജയൻ, വർഗപഞ്ചകൻ വിരോധം ഇനിയും അവസാനിച്ചിട്ടില്ല അല്ലേ? വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പകപോക്കൽ ഇപ്പോഴും ഈ മേഖലയിൽ നടക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണിത്. കാരണം ഇന്ന് പുലർച്ചെയോടെയാണ് ഇങ്ങനെ തീയിട്ട വിവരം കണ്ടത്. ടി പുരുഷോത്തമൻ പറയുന്നത് ഇപ്പോഴും അവിടെ തീ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ചെമ്മീൻ സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ അതിന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള കണ്ടെയ്നറുകൾ അതെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഷെഡ് ഉൾപ്പെടെയാണ് ഇപ്പോൾ തീയിട്ടിട്ടുള്ളത്. മാത്രമല്ല, ഈ ചെമ്മീൻ കെട്ടിനകത്ത് ഏതോ രീതിയിലുള്ള വിഷദ്രാവകം ഒഴിച്ചതായും സംശയമുണ്ട്. അത്തരത്തിലുള്ള സൂചനയും അവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ് ടി പുരുഷോത്തമൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൻ അവിടെ കാവൽ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചയോടുകൂടി അവിടെ നിന്ന് മാറിയ ആ സമയത്താണ് തീയിട്ടിരിക്കുന്നത്. ആദ്യം ബോംബെറിഞ്ഞ് പിന്നീട് തീയിടുകയായിരുന്നു എന്നാണ് പുരുഷോത്തമൻ പറയുന്നത്. വലിയ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. പുരുഷോത്തമൻ ഇപ്പോൾ അവിടെ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ഏതാനും നാളുകളായി ടി പുരുഷോത്തമനും അവിടുത്തെ ഔദ്യോഗിക CPM നേതൃത്വവും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടാകും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ കാറിനും വീടിനുമൊക്കെ തീയിട്ടതും മറ്റും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിൽ 5 CPM പ്രവർത്തകരെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ടി പുരുഷോത്തമൻ പയ്യന്നൂരിലുള്ള പ്രാദേശിക ചാനലുകൾക്കെല്ലാം തന്നെ വിശദമായ ചില അഭിമുഖങ്ങൾ നൽകിയിട്ടുണ്ട്. CPMന്റെ രാഷ്ട്രീയത്തിനെതിരെയും അവർ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചുമെല്ലാം തന്നെ. ഒരുപക്ഷെ അതെല്ലാം ഈ ശത്രുതയ്ക്ക് കാരണമായിട്ടുണ്ടാകാം. എന്തായാലും ടി പുരുഷോത്തമനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ടങ്കാളിയിലെ അദ്ദേഹത്തിന്റെ ചെമ്മീൻ കെട്ടിനെയാണ് ഇപ്പോൾ തീയിട്ടിരിക്കുന്നത്. സാധന സാമഗ്രികളും അതിന്റെ മറ്റ് എല്ലാം തന്നെ ഷെഡ് ഉൾപ്പെടെ എല്ലാം തന്നെ കത്തി നശിച്ചു. ശരി, CK വിജയനാണ് വിവരങ്ങൾ നൽകിയത്. എല്ലാ തരത്തിലും നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്. വീണ്ടും ഈ പക അവസാനിക്കുന്നില്ല എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാവുന്നത്.